നമസ്കാരം. ഭാരതത്തിൻ്റെ പ്രതിരോധ വ്യോമയാന മേഖലയിൽ ചരിത്രപരമായൊരു വലിയ മുന്നേറ്റത്തിനാണ് രാജ്യം നിലവിൽ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ദീർഘകാലമായി വിദേശ രാജ്യങ്ങളെയും വൻകിട അന്താരാഷ്ട്ര കോർപ്പറേറ്റ് കമ്പനികളെയും മാത്രം ആശ്രയിച്ചു പോന്നിരുന്ന പ്രൊപ്പൽഷൻ അഥവാ ജെറ്റ് എഞ്ചിൻ സാങ്കേതിക വിദ്യയിൽ പൂർണ്ണമായ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള ഇന്ത്യയുടെ യാത്രയിൽ അതിനിർണായകമായൊരു നാഴികക്കല്ല് പിന്നിട്ടിരിക്കുകയാണ്. പ്രമുഖ ഇന്ത്യൻ നിർമ്മാണ കമ്പനിയായ ആസാദ് എഞ്ചിനീയറിംഗ് തദ്ദേശീയമായി നിർമ്മിച്ച് അസംബിൾ ചെയ്ത ആദ്യ ടർബോജെറ്റ് എഞ്ചിൻ പ്രതിരോധ ഗവേഷണ വികസന സംഘടനയ്ക്കും പ്രതിരോധ മന്ത്രാലയത്തിനും വിജയകരമായി കൈമാറി. കേവലം ഒരു എഞ്ചിൻ്റെ കൈമാറ്റം എന്നതിലുപരി സങ്കീർണമായ സാങ്കേതിക വിദ്യകൾ ഉള്ളിൽ ഒളിപ്പിച്ചിരിക്കുന്ന എയ്റോ എഞ്ചിനുകൾ സ്വന്തമായി നിർമ്മിക്കാൻ ഭാരതത്തിലെ സ്വകാര്യ വ്യവസായ മേഖല പ്രാപ്തമായി എന്നതിൻ്റെ ഉറച്ച പ്രഖ്യാപനമാണിത്. അത്യാധുനിക എഞ്ചിനീയറിംഗ് മികവും കൃത്യതയാർന്ന നിർമ്മാണ വൈദഗ്ധ്യവും സമന്വയിപ്പിച്ച് കൈവരിച്ച ഈ നേട്ടം ഇന്ത്യയുടെ വ്യോമയാന പ്രതിരോധ ഉൽപ്പാദന ശേഷി വളർച്ചയുടെ പുതിയൊരു ഘട്ടത്തിലേക്ക് കടന്നതിൻ്റെ വ്യക്തമായ സൂചന നൽകുന്നു. ഈ ചരിത്രപരമായ നേട്ടത്തിൻ്റെ തന്ത്രപരമായ പ്രാധാന്യം വളരെ വലുതാണ്. വിദേശ വിതരണക്കാരുടെ ആധിപത്യം നിലനിന്നിരുന്ന പ്രതിരോധ എഞ്ചിൻ മേഖലയിൽ തദ്ദേശീയമായ പരീക്ഷണങ്ങൾക്കും വികസനങ്ങൾക്കും ആവശ്യമായ ലോകോത്തര നിലവാരമുള്ള എഞ്ചിനുകൾ എത്തിച്ചു നൽകാൻ സാധിച്ചത് ഭാരതത്തിൻ്റെ സാങ്കേതിക അടിത്തറയെ കൂടുതൽ ദൃഢമാക്കുന്നു. കടുത്ത നിബന്ധനകളും ഉയർന്ന സുരക്ഷാ മാനദണ്ഡങ്ങളും മുൻനിർത്തി പ്രവർത്തിക്കുന്ന പ്രതിരോധ സംവിധാനങ്ങൾക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ തദ്ദേശീയമായി നിർമ്മിക്കാമെന്നത് രാജ്യത്തിൻ്റെ തന്ത്രപരമായ സ്വയംഭരണാധികാരം ശക്തിപ്പെടുത്തുകയും വിദേശ ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് വൻതോതിൽ കുറയ്ക്കുകയും ചെയ്യും. കമ്പനി ഈ സുപ്രധാന വിവരം സെബി നിബന്ധനകൾക്ക് വിധേയമായി സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ വെളിപ്പെടുത്തിയത് പ്രതിരോധ മേഖലയിൽ മാത്രമല്ല കോർപ്പറേറ്റ് നിക്ഷേപ മേഖലകളിലും വലിയ തരംഗമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. സ്വകാര്യ പങ്കാളിത്തത്തോടെയുള്ള സാങ്കേതിക മുന്നേറ്റം രാജ്യത്തിൻ്റെ മൊത്തത്തിലുള്ള വ്യാവസായിക ആവാസ വ്യവസ്ഥയിൽ പുതിയ ആവേശം പകർന്നിട്ടുണ്ട്. ഈ ടർബോജെറ്റ് എഞ്ചിൻ്റെ വികസനം ഭാവിയിലെ അത്യാധുനിക സാങ്കേതിക വിദ്യയിലേക്കുള്ള വാതിലുകളാണ് തുറന്നിടുന്നത്. ഡ്രോണുകൾ, അത്യാധുനിക ക്രൂയിസ് മിസൈലുകൾ, അടുത്ത തലമുറ യുദ്ധവിമാനങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള തന്ത്രപ്രധാനമായ വ്യോമയാന പദ്ധതികൾ സ്വന്തമായി വികസിപ്പിച്ചെടുക്കാനുള്ള ഭാരതത്തിൻ്റെ ശേഷിക്ക് ഇത് വലിയ ഊർജ്ജം നൽകും. കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ആത്മനിർഭർ ഭാരത് എന്ന മഹത്തായ കാഴ്ചപ്പാടുമായി പൂർണ്ണമായി ചേർന്ന് നിൽക്കുന്ന ഈ മുന്നേറ്റം ദേശീയ താൽപ്പര്യ സംരക്ഷണത്തിന് തദ്ദേശീയ കണ്ടുപിടുത്തങ്ങൾ എങ്ങനെ കരുത്തേകുന്നു എന്നതിൻ്റെ മികച്ച ഉദാഹരണമാകുന്നു. പൊതു സ്വകാര്യ മേഖലകളുടെ സംയുക്ത ശ്രമങ്ങളിലൂടെ പ്രതിരോധ ഉൽപ്പാദന രംഗത്ത് രൂപപ്പെട്ടു വരുന്ന ഈ പുത്തൻ ഊർജം വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കാതെ തന്നെ ഭാരതത്തിൻ്റെ സുരക്ഷ ഉറപ്പാക്കാൻ ശേഷിയുള്ള ഒരു ശക്തമായ വ്യവസായ ശൃംഖലയ്ക്ക് അടിത്തറയിടുന്നു. ചുരുക്കത്തിൽ ആസാദ് എഞ്ചിനീയറിംഗിൻ്റെ ഈ നേട്ടം വെറുമൊരു സാങ്കേതിക വിജയം മാത്രമല്ല, മറിച്ച് പ്രതിരോധ വ്യവസായ മേഖലയിൽ ഭാരതം കൈവരിച്ച സ്വയം പര്യാപ്തതയുടെ നിർണായകമായൊരു ചരിത്ര സംഭവമാണ്. ഒരു ചെറിയ ഡ്രോണിനോ ക്രൂയിസ് മിസൈലിനോ വേണ്ടിയുള്ള ടർബോജെറ്റ് എഞ്ചിൻ വിജയകരമായി നിർമ്മിക്കുന്നതിൽ നിന്നും ശബ്ദാതിവേഗത്തിൽ കുതിച്ചു വരുന്ന ഒരു അത്യാധുനിക യുദ്ധവിമാനത്തിന് കരുത്തേകുന്ന വൻകിട ടർബോഫാൻ എഞ്ചിനിലേക്ക് സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുക്കുക എന്നത് വ്യോമയാന എഞ്ചിനീയറിംഗിലെ ഏറ്റവും സങ്കീർണവും ക്ലേശകരവുമായ യാത്രകളിലൊന്നാണ്. ഇന്ന് ആസാദ് എഞ്ചിനീയറിംഗ് കൈവരിച്ച നേട്ടം തദ്ദേശീയ സാങ്കേതിക വിദ്യയുടെ മികച്ചൊരു തുടക്കമാണെങ്കിലും ഇത് പൂർണ്ണ സജ്ജമായൊരു യുദ്ധവിമാന എഞ്ചിനായി മാറാൻ ചുരുങ്ങിയത് 10 മുതൽ 15 വർഷം വരെയെങ്കിലും ദീർഘമായ സമയമെടുക്കുമെന്നാണ് ഈ രംഗത്തെ പ്രമുഖ പ്രതിരോധ വിദഗ്ധരും എഞ്ചിനീയർമാരും കണക്കൂട്ടുന്നത്. കേവലം വലിപ്പത്തിലോ കരുത്തിലോ ഉള്ള വർധനവ് മാത്രമല്ല ഇത്, മറിച്ച് അതിതീവ്രമായ താപനിലയെയും വായു സമ്മർദ്ദത്തെയും അതിജീവിക്കാൻ ശേഷിയുള്ള അത്യാധുനിക വസ്തുക്കളുടെ നിർമ്മാണം, സങ്കീർണമായ ഫ്ലൂയിഡ് ഡൈനാമിക്സ്, ഡിസൈൻ പെർഫെക്ഷൻ തുടങ്ങിയ അനേകം കടമ്പകൾ അടങ്ങിയ ഒരു സാങ്കേതിക യാത്രയാണിത്. ഒരു യുദ്ധവിമാന എഞ്ചിൻ്റെ വികസനത്തിൽ ആദ്യത്തെ 3 മുതൽ 5 വർഷം വരെ എഞ്ചിൻ്റെ അടിസ്ഥാനപരമായ ഡിസൈനിങ്ങിനും കോർ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിനുമാണ് മാറ്റിവെക്കുന്നത്. ക്രൂയിസ് മിസൈലുകളിലും ചെറിയ വിമാനങ്ങളിലും ഉപയോഗിക്കുന്ന ടർബോജെറ്റ് എഞ്ചിനുകൾ പ്രധാനമായും കുറഞ്ഞ സമയത്തേക്കോ അല്ലെങ്കിൽ ഒറ്റത്തവണ ഉപയോഗത്തിനോ വേണ്ടി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ ഒരു യുദ്ധവിമാനത്തിൻ്റെ എഞ്ചിൻ ആയിരക്കണക്കിന് മണിക്കൂറുകൾ പ്രവർത്തിക്കേണ്ടതും ആഫ്റ്റർ ബേണർ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പെട്ടെന്ന് ഉയർന്ന വേഗത കൈവരിക്കാൻ ശേഷിയുള്ളതുമായിരിക്കണം. ഇതിനായി കാർബൺ കോമ്പോസിറ്റുകൾ, സിംഗിൾ ക്രിസ്റ്റൽ സൂപ്പർ അലോയ്കൾ,
സെറാമിക് മാട്രിക്സ് കോമ്പോസിറ്റുകൾ എന്നിവ ഉപയോഗിച്ചുള്ള ബ്ലേഡുകളും ടർബൈനുകളും നിർമ്മിക്കേണ്ടതുണ്ട്. 1800 ഡിഗ്രി സെൽഷ്യസിലധികം വരുന്ന അതിതീവ്ര താപനിലയിൽ ഉരുകിപ്പോകാതെ പ്രവർത്തിക്കാൻ പോകുന്ന ഇത്തരം ഘടകങ്ങൾ വികസിപ്പിച്ചെടുക്കാൻ തന്നെ വർഷങ്ങളുടെ ഗവേഷണം ആവശ്യമാണ്. അടിസ്ഥാന രൂപകൽപ്പന പൂർത്തിയായി കഴിഞ്ഞാൽ അടുത്ത 4 മുതൽ 6 വർഷം വരെ നീണ്ടു നിൽക്കുന്ന അതികഠിനമായ പ്രോട്ടോടൈപ്പ് നിർമ്മാണവും ഗ്രൗണ്ട് ടെസ്റ്റിങ്ങുമാണ് നടക്കുന്നത്. നിർമ്മിച്ച എഞ്ചിൻ്റെ കപ്പാസിറ്റി, വിശ്വാസ്യത, സുരക്ഷ എന്നിവ ഉറപ്പുവരുത്താൻ ഡൈനാമോമീറ്റർ പരിശോധനകൾ, ആൾട്ടിറ്റ്യൂഡ് ടെസ്റ്റിലെ ഫെസിലിറ്റികളിലെ ഉയർന്ന അന്തരീക്ഷമർദ്ദ പരീക്ഷണങ്ങൾ എന്നിവ നടത്തേണ്ടതുണ്ട്. കാറ്റ്, മഞ്ഞ്, മഴ, പക്ഷിയിടിക്കൽ തുടങ്ങിയ പ്രതികൂല സാഹചര്യങ്ങളെ എഞ്ചിൻ എങ്ങനെ അതിജീവിക്കുന്നുവെന്ന് ലബോറട്ടറികളിൽ കൃത്യമായി വിലയിരുത്തുന്നു. ലോകത്തിലെ ചുരുക്കം ചില വികസിത രാജ്യങ്ങൾക്ക് മാത്രമുള്ള ഇത്തരം സങ്കീർണമായ പരിശോധനാ കേന്ദ്രങ്ങൾ ഇന്ത്യയിൽ ഇല്ലാത്ത പക്ഷം പ്രോട്ടോടൈപ്പുകൾ വിദേശ രാജ്യങ്ങളിലേക്ക് അയച്ച് പരിശോധിക്കേണ്ടി വരുന്നത് ഈ ഘട്ടത്തിൻ്റെ സമയദൈർഘ്യം പിന്നെയും വർദ്ധിപ്പിക്കാറുണ്ട്. ഗ്രൗണ്ട് ടെസ്റ്റിങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയ ശേഷം അവസാനത്തെ 3 മുതൽ 5 വർഷം വരെ നീളുന്ന ഫ്ലൈയിങ് ടെസ്റ്റ് ബെഡ് പരിശോധനകളിലേക്കും വിമാനത്തിലെ ട്രയലുകളിലേക്കും സാങ്കേതിക വിദ്യ കടക്കുന്നു. ഏതെങ്കിലും ഒരു വലിയ ട്രാൻസ്പോർട്ട് വിമാനത്തിൻ്റെ ചിറകിൽ പുതിയ എൻജിൻ ഘടിപ്പിച്ച് ആകാശത്ത് വെച്ച് വിവിധ വേഗതയിലും ഉയരങ്ങളിലും പരിശോധിക്കുന്നതാണ് ആദ്യപടി. ഇതിൽ തൃപ്തികരമായ ഫലം ലഭിച്ചാൽ മാത്രമേ എൻജിൻ യഥാർത്ഥ യുദ്ധവിമാനത്തിൽ ഘടിപ്പിച്ച് ഫ്ലൈറ്റ് സർട്ടിഫിക്കേഷനായി എയർ വേർത്ത്നെസ് പരിശോധനകൾക്ക് വിധേയമാക്കൂ. ഒരു പൈലറ്റിൻ്റെ ജീവനും കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന യുദ്ധവിമാനത്തിൻ്റെ സുരക്ഷയും മുൻനിർത്തി നടത്തുന്ന ഈ പരിശോധനകളിൽ നേരിയ പിഴവുകൾ പോലും അനുവദനീയമല്ല. ഇന്ത്യൻ പ്രതിരോധ മേഖലയെ സംബന്ധിച്ചിടത്തോളം കാവേരി എഞ്ചിൻ പദ്ധതിയിൽ നിന്നുള്ള അനുഭവങ്ങളും നിലവിൽ DRDOയ്ക്ക് കൈവന്ന സാങ്കേതിക മുന്നേറ്റങ്ങളും ഈ കാലയളവ് പരമാവധി കുറയ്ക്കാൻ സഹായിച്ചേക്കാം. മുൻപത്തേക്കാൾ മെച്ചപ്പെട്ട സൂപ്പർ കമ്പ്യൂട്ടിംഗ് ഡിസൈനിങ് സൗകര്യങ്ങളും ആസാദ് എഞ്ചിനീയറിംഗ് പോലെയുള്ള സജ്ജരായ സ്വകാര്യ നിർമ്മാണ പങ്കാളികളുടെ സാന്നിധ്യവും പരീക്ഷണങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കും. ചുരുക്കത്തിൽ, ചെറിയൊരു ടർബോജെറ്റിൽ നിന്നും ഒരു യുദ്ധവിമാനത്തിൻ്റെ കരുത്തുറ്റ ഹൃദയമായി ഈ സാങ്കേതികവിദ്യ പരിണമിക്കാൻ 1.5 പതിറ്റാണ്ടോളം ദീർഘമായ പ്രക്രിയ ആവശ്യമാണെങ്കിലും ഭാവിയിൽ ഭാരതീയ വ്യോമസേനയുടെ ആകാശ മേധാവിത്വത്തിനും തദ്ദേശീയ പ്രതിരോധ സ്വയം പര്യാപ്തതയ്ക്കും ഇത് നിഷേധിച്ച് മാറ്റാനാകാത്ത ശക്തമായൊരു അടിത്തറ തന്നെയാണ് പാകുന്നത്. ഇന്ത്യൻ പ്രതിരോധ മേഖലയിൽ ആസാദ് എഞ്ചിനീയറിംഗും DRDOയും ചേർന്ന് ആരംഭിച്ച ടർബോജെറ്റ് എഞ്ചിൻ സാങ്കേതികവിദ്യ ഭാവിയിൽ പൂർണ്ണസജ്ജമായൊരു യുദ്ധവിമാന എഞ്ചിനായി പരിണമിക്കുന്നത് അയൽ രാജ്യങ്ങളായ പാകിസ്ഥാനും ചൈനയ്ക്കും വളരെ വലിയ തന്ത്രപരമായ അസ്വസ്ഥതയും തിരിച്ചടിയുമാണ് സൃഷ്ടിക്കുന്നത്. ഭാരതത്തിൻ്റെ സൈനികശേഷി തളർത്താൻ ഇരു രാജ്യങ്ങളും കാലങ്ങളായി ഉപയോഗിച്ചിരുന്ന പ്രധാന ആയുധം ആയുധ ഉപരോധങ്ങളും വിദേശ സാങ്കേതിക വിദ്യകൾക്കുള്ള തടസ്സങ്ങളുമായിരുന്നു. എന്നാൽ യുദ്ധവിമാനങ്ങളുടെ ഏറ്റവും സങ്കീർണമായ ഹൃദയം എന്ന് വിശേഷിപ്പിക്കുന്ന എഞ്ചിൻ സാങ്കേതികവിദ്യ ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചു തുടങ്ങുന്നതോടെ ഈ മേഖലയിലുള്ള വിദേശ ആശ്രയത്വം പൂർണ്ണമായി ഇല്ലാതാവുകയും ഏത് ഭീഷണിയും അതിജീവിക്കാൻ ഭാരതം പ്രാപ്തമാവുകയും ചെയ്യും. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇത് അത്യന്തം അപകടകരമായൊരു അവസ്ഥയാണ് ഉണ്ടാക്കുന്നത്. സ്വന്തമായി വിമാന എഞ്ചിനുകൾ നിർമ്മിക്കാനുള്ള സാങ്കേതിക ശേഷി പാകിസ്ഥാന് നിലവിലില്ല. അവർ പൂർണ്ണമായും ചൈനയെയും പാശ്ചാത്യ രാജ്യങ്ങളെയും ആശ്രയിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ഭാവിയിൽ ഒരു യുദ്ധമുണ്ടായാൽ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഉപരോധങ്ങൾ കാരണം ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾക്ക് എഞ്ചിനുകളോ സ്പെയർ പാർട്സുകളോ ലഭിക്കാതെ വരുമെന്നും അതുവഴി ഇന്ത്യൻ വ്യോമസേനയുടെ ശേഷി കുറയുമെന്നുമായിരുന്നു പാകിസ്ഥാൻ്റെ കണക്കുകൂട്ടൽ. എന്നാൽ ഇന്ത്യ സ്വന്തമായി എഞ്ചിൻ നിർമ്മാണം പൂർത്തിയാക്കുന്നതോടെ എത്ര ദീർഘകാലം നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിലും തടസ്സമില്ലാതെ വിമാനങ്ങൾ വിന്യസിക്കാനും പടക്കോപ്പുകൾ ഉൽപ്പാദിപ്പിക്കാനും ഇന്ത്യക്ക് സാധിക്കും. ഇത് പാകിസ്ഥാൻ്റെ പ്രതിരോധ തന്ത്രങ്ങളുടെ അടിത്തറയെ തന്നെ ഇളക്കുന്നതാണ്. ചൈനയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സാമ്പത്തിക സൈനിക മുൻതൂക്കത്തിന് മുന്നിൽ ഇന്ത്യയെ പ്രതിരോധത്തിലാക്കാമെന്ന മോഹത്തിനാണ് ഇത് തിരിച്ചടിയാകുന്നത്. ചൈന തങ്ങളുടെ J-20 പോലെയുള്ള അത്യാധുനിക യുദ്ധവിമാനങ്ങൾക്കായി സ്വന്തമായി എഞ്ചിനുകൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതുവഴി ഏഷ്യൻ മേഖലയിൽ നേടാൻ ശ്രമിച്ച ഒറ്റയ്ക്കുള്ള ആധിപത്യമാണ് ഇന്ത്യയുടെ ഈ മുന്നേറ്റത്തിലൂടെ തകർന്നത്. ഭാവിയിൽ ഇന്ത്യ വികസിപ്പിക്കുന്ന AMCA പോലെയുള്ള 5ാം തലമുറ യുദ്ധവിമാനങ്ങൾക്ക് തദ്ദേശീയ എഞ്ചിനുകൾ കരുത്തു പകരുമ്പോൾ ഹിമാലയൻ അതിർത്തികളിൽ ചൈനയ്ക്ക് ലഭിച്ചിരുന്ന സാങ്കേതിക മേൽക്കൈ പൂർണ്ണമായും ഇല്ലാതാകും. കൂടാതെ ചൈന പാകിസ്ഥാന് നൽകുന്ന J-17 പോലെയുള്ള യുദ്ധവിമാനങ്ങൾക്ക്
ആഗോള വിപണിയിൽ ലഭിക്കുന്ന സ്വീകാര്യതയെ ഇന്ത്യയുടെ തദ്ദേശീയ യുദ്ധവിമാനങ്ങളും എഞ്ചിൻ സാങ്കേതികവിദ്യയും ഭാവിയിൽ വലിയ തോതിൽ വെല്ലുവിളിക്കും. കുറഞ്ഞ ചെലവിൽ ലോകോത്തര നിലവാരമുള്ള പ്രതിരോധ സാങ്കേതിക വിദ്യകൾ കയറ്റുമതി ചെയ്യാൻ ഇന്ത്യ സജ്ജമാകുന്നതോടെ ആഗോള ആയുധ വിപണിയിൽ ചൈനയുടെ സ്വാധീനം കുറയും. ചുരുക്കത്തിൽ, ഉപരോധങ്ങൾ കൊണ്ടോ അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾ കൊണ്ടോ ഇന്ത്യയുടെ പ്രതിരോധ വളർച്ചയെ തടയാനാവില്ലെന്ന വ്യക്തമായ സന്ദേശമാണ് ഈ സാങ്കേതിക മുന്നേറ്റം പാകിസ്ഥാനും ചൈനയ്ക്കും നൽകുന്നത്. ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്വമി ന്യൂസ്.